ലൂക്ക 1:74-75 തിരുവചനങ്ങൾ. ലൂക്ക 1:74-75 തിരുവചനങ്ങൾ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, പറഞ്ഞ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. വിഷയം. അപ്പൊ പരിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു ചിറകേ ഉള്ളൂ. പിന്നെ ഒരു ചിറക് എന്തിൻ്റെയാണ്? നീതിയുടേതാണ്. ദൈവത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ 2 ചിറകും വേണം. ഒരു ചിറകുള്ള പക്ഷി വല്ലയിടത്തും പറന്ന് കേട്ടിട്ടുണ്ടാ? അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കുമ്പസാരവും കുർബാനയും കൊണ്ട് പരിശുദ്ധി മതിയെന്ന് പറഞ്ഞിരുന്ന ഒരു പണിയും നടക്കത്തില്ല. ഒരു ചിറക് ഒടിഞ്ഞു കിടക്കും. എന്താണ് അത്? നീതിയുടേതാണ്. 2 ചിറകും കൊണ്ടാണ് നമ്മൾ പറക്കണത്. എന്താണ്? ഒരു വിശുദ്ധിയും ഒരു നീതിയും. അപ്പം നീതി അനീതി ആരോടും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ പക്ഷം കൂടി ബലമുള്ളതാക്കി എടുത്തിട്ട് പെട്ടെന്ന് പറക്കാൻ നോക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ 2 കൂട്ടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഹോൾ ബോഡി ഈശോയെ സമർപ്പിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനകള്, 40 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷകള്, അതുപോലെ തന്നെ അൽത്താരയിലെ ദേവമാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതകള്, അൽത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തികള്, അങ്ങയുടെ മക്കളെ ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആധാരത്തിലും അങ്ങയുടെ മക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കാഴ്ച നൽകവനെ, ചെകിടിന് കേട് നൽകവനെ, ഓമന സംഭാഷണം നൽകവനെ, മഹോരോഗ്യപ്പെടുത്തവനെ, തലവാരോഗ്യപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമസ്തുതിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയാഘാതം വന്നവരുടെ സൗഖ്യങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ സിസ്റ്റുകൾ, ബ്രെയിൻ ക്യാൻസറുകൾ, എല്ലാ രോഗങ്ങളെയും, പേരിക്കോസിൻ്റെ രോഗങ്ങൾ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം, അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളെ തന്നെ കർത്താവ് സമർപ്പിക്കുക. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ,
ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ, പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കേസുള്ളവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ, ഓരോ ജോലിയില്ലാത്ത മക്കളെ അങ്ങനെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലി സ്ഥലത്ത് ഭയങ്കര പ്രയാസങ്ങളിലൂടെ ഞെരുക്കമുള്ളവരെ, ഒരു അടുത്തുള്ള നാട്ടിലേക്ക് കർത്താവെ ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്നവർ, അവിടെ പ്രാർത്ഥനകൾ അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവ്, സ്ഥലം പോക്കുവരെ ചെയ്യാൻ കിടക്കുന്നവരെ, സ്ഥലം തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം അവരുടെ സങ്കടങ്ങളെ കർത്താവിന് ദൃശ്യത്തിന് സമർപ്പിച്ച് കർത്താവ്, ഭയമുള്ളവർ, ഒന്നും ചെയ്യാൻ ഒരു വിൽപ്പത്രം പോലും എഴുതാൻ ധൈര്യമില്ലാത്തവർ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമം അനുഭവിക്കുന്ന കാണാതെ രേഖകൾ, ആ രേഖകൾ വന്നിട്ടുള്ള തെറ്റുകൾ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാം കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ, അതുപോലെ എല്ലാവിധ യോഗ്യത പരീക്ഷകളെയും കർത്താവ്, യോഗ്യത പരീക്ഷകളെയും ടെസ്റ്റുകളെയും അതിൽ പങ്കെടുക്കുന്നവരെയും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും, അമ്മേ, പരിശുദ്ധമ്മേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അമ്മ അവരുടെ യോഗ്യതയാക്കാരുപരി അവർക്ക് കൃപ നൽകിക്കൊണ്ട് ആ കൃപ അവരുടെ യോഗ്യതയാക്കി മാറ്റിക്കൊണ്ട് അവിടെ കണ്ണുനീരൊപ്പണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ടയിൽ നിന്ന് അച്ഛൻ വിട്ടുപോയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ
താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു കൃപാസനം മാതാവേ. ഇന്നിവിടെ വരാനും ഇവിടെ വന്ന് ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാനും അനുഗ്രഹം ചെയ്തതിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഞാൻ ഡോക്ടർ ഗ്രേസി, അബുദാബിയിൽ 34 വർഷമായി സ്വന്തമായി ഞങ്ങൾക്ക് മെഡിക്കൽ സെൻ്ററുണ്ട്, വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ജോസഫ്. ഞാൻ ജനുവരി 11 തീയതി എൻ്റെ സ്കൂൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു. വന്നു കഴിഞ്ഞ് എൻ്റെ വീട് കോടഞ്ചേരിയാണ്. കോടഞ്ചേരിയിൽ അവിടെ മാതാവ്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ 3 വയസ്സ് മുതൽ മുട്ടിൽ നിന്ന് കൊന്ത ചെല്ലുന്ന ഒരാളാണ്. അപ്പം ഞാൻ എപ്പോൾ പോയാലും കോടഞ്ചേരിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പം ഞാൻ ഈ പ്രാവശ്യം പോയി കാറ് പാർക്ക് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പോയി കുറേ വർത്തമാനം പറഞ്ഞു. തിരിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ കാറ് നീല കാറായിരുന്നു. ആ കാറിൻ്റെ മുകൾ മുഴുവനും ഇലഞ്ഞി പൂക്കൾ വിതറി കിടക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, എൻ്റെ അമ്മ കുഞ്ഞായിരിക്കും പറയും മാതാവിൻ്റെ മണമാണ് ഇലഞ്ഞിപ്പൂവിന്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ മണം അറിയില്ലായിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് മാതാവ് അപ്പിയർ ചെയ്യുന്നുണ്ടല്ലോ, കോടഞ്ചേരിയിലെ മാതാവ് വന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോരുവാണ്. ആ ഇലഞ്ഞിപ്പൂക്കൾ മുഴുവനും ഞാൻ ടിഷ്യൂവിൽ വാരി എൻ്റെ വണ്ടിക്കുള്ളിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോൾ വണ്ടി ഓടിച്ചാലും കൊന്ത ചൊല്ലിയ വണ്ടി ഓടിക്കുക. അത് അബുദാബിയിലാണേലും അതെ, എവിടെയാണേലും അതെ. അപ്പം ഞാൻ കൊന്ത ചൊല്ലി പോന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ സാധാരണ എന്തെങ്കിലും ജോലി വീട്ടിൽ ചെയ്യുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂട്യൂബിൽ ധ്യാനങ്ങൾ കേൾക്കും, ജോസഫ് അച്ഛൻ്റെ അല്ലെങ്കിൽ ഡാനിയൽ ഫാദറിൻ്റെയൊക്കെ. അപ്പോൾ എനിക്ക് മാതാവിനെ കാണത്തില്ല, കാരണം ഞാൻ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ഈ മാതാവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ എന്താ ഇങ്ങനെ തോന്നുന്നതെന്ന്. ശരിക്കും എൻ്റെ മുമ്പിൽ ഞാൻ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ കൊന്ത ചൊല്ലി പിന്നെ ഡ്രൈവ് ചെയ്ത് ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോകാനായിട്ട്. ഞാൻ അവിടെ പോകുന്ന വഴിക്ക് രണ്ടാമത് വീണ്ടും ഇതേ മാതാവ് എൻ്റെ മുമ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉറക്കം വരുന്നുണ്ടോ. ഞാൻ എന്തായാലും കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ കോക്കനട്ട് വിൽക്കുന്ന ഒരു ഇത് കണ്ടു. അവിടെ നിർത്തി ഞാൻ കോക്കനട്ട് മേടിച്ച് കുടിച്ച് വീണ്ടും ഞാൻ കൊന്ത ചൊല്ലി പോകുമ്പോൾ മാതാവ് വീണ്ടും മുമ്പിൽ വന്നു. അപ്പോൾ ഞാൻ എനിക്ക് അതിശയമായി. ഞാൻ എന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോള് വന്ന് ബെല്ലടിച്ച് വിളിച്ചപ്പോൾ സംസാരിച്ചെത്തിയത് കൃപാസന മാതാവിൽ. അപ്പോൾ എനിക്ക് വീണ്ടും അവിടെ ഒരു അതിശയമായി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഡോക്ടറില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചപ്പം അവർ പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിൻ്റെ കാര്യം പറഞ്ഞു അവർ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ 2 ആഴ്ചയായിട്ട് പോകാനിരിക്കുവാണ്, ആൻറ്റിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കിനി വേറൊരു മീറ്റിങ്ങും കൂടെ ഉണ്ട് 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഡോക്ടർ വരും അബുദാബിയിൽ നിന്ന്. അപ്പം ഞാൻ ഈ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കൈക്ക് ചെറിയ കോവിഡ് കഴിഞ്ഞപ്പോൾ ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പം ഞാൻ തീരുമാനമായിട്ട് ബുക്ക് ചെയ്തേക്കുക. അപ്പോൾ അത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ്, ജനുവരി 13th. ഞാൻ അവിടുന്ന് പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ അവരുടെ കൂടെ ഇവിടെ കൃപാസനത്തിൽ 14th ഏർലി മോർണിംഗിൽ ഇവിടെ എത്തി. അത് ജനുവരി 14 തീയതി ഞാൻ ഓടി വന്ന് ഇവിടെ മാസം നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ ഇതേ മാതാവ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതേ മാതാവ് എനിക്ക് വണ്ടിയിൽ വന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് രാത്രിക്ക് ഞാൻ വീട്ടിലെത്തുമ്പോൾ 1 മണിയായി. 1 മണിയായപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല, കാരണം എനിക്ക് വെട്ടേക വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പോരുന്നതിന് മുമ്പാട് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോവാന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ പെട്ടെന്നൊരു കൃപാസനം മാതാവ് തിരുമിക്കാനൊക്കെ പോയ ആൾ കൃപാസനത്തിലോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ പറയും. അപ്പോൾ ഞാനത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതി. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ മോന് വിശ്വാസത്തിലോട്ട് വരണം എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അതുമെല്ലാം ഉടമ്പടി എഴുതി ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഫോൺ എടുക്കുമ്പോൾ
ഡോക്ടറിൻ്റെ പെങ്ങളുടെ മകൻ്റെ ഭാര്യ സൺഡേ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാതാവ് വന്ന അതേ സമയത്ത് ആ മോക്ക് ഇങ്ങനെ കാണുവാണ് എന്നെയും ജോസഫച്ചനെയും കൃപാസന മാതാവിനെയും. ആ കുർബാന മുഴുവൻ ടൈമിലും ഞങ്ങളെ മൂന്നേരെയും കാണുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു ഇങ്ങനെ, ആൻറ്റി നാട്ടിൽ പോകുമ്പോൾ, ഞാൻ നാട്ടിലുള്ളതെന്ന് അവർക്ക് അറിയത്തില്ല, കാരണം ഞാനൊരു ഷോർട്ട് മീറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ ആൻറ്റി ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ കൃപാസന മാതാവിനെ പോയി കാണുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ പറഞ്ഞു, ഷാജി ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ, ഞാനിപ്പം വന്ന് കയറിയിട്ടേ ഉള്ളൂ അവിടെ പോയെന്ന്. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം മീറ്റിങ്ങിന് ഞങ്ങൾ ഷൊർണൂർ വെച്ചായിരുന്നു മീറ്റിങ്. അന്ന് അവിടെ ചെന്ന പിറ്റേ ദിവസം മുതൽ മാതാവ് ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. അത് ഡോക്ടർ പറയും സമയ ചുരുക്കം കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 20th തിരിച്ച് അബുദാബി പോയി. ഞാൻ എൻ്റെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അത് ഇപ്പം പറയുന്നത് സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മാതാവ്, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിൽ ഒരാളിരിക്കുന്നു, പുറയിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറയിലിരിക്കുന്ന ആൾ പറഞ്ഞു എനിക്ക് ഇറങ്ങണമെന്ന്. ഞാനപ്പം വേഗം വണ്ടി നിർത്തി. ഞാനിത് ആരാ ഇറങ്ങുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ടർക്കോയിസ് ബ്ലൂവിൽ ബ്രൈറ്റനിങ് ആയിട്ടുള്ള മദർ മേരി. ഞാൻ ഉടനെ പറഞ്ഞു, അയ്യോ ഇത് മാതാവായിരുന്നോ എന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ ഉറങ്ങി എണീറ്റു. പിന്നെ എൻ്റെ സംശയം, അപ്പോൾ മാതാവ് വന്നു. ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അത് ബിസിനസ്സായിട്ടുള്ള കാര്യമാണ്, ഡോക്ടർ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ വണ്ടിയിൽ മാതാവ് വന്നു, സഞ്ചരിക്കുന്ന മാതാവ് വന്നു. ഇനി കാര്യങ്ങളെല്ലാം റെഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്ത് ചെയ്യും, എൻ്റെ വീട് വരെ വരാഞ്ഞ്, വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതാണോ മാതാവ് വരഞ്ഞ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കിടക്കുമ്പോൾ മാതാവുണ്ട് മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. ഞാൻ ചാടി എണീറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് വീട്ടിൽ വന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ താഴെ ചെന്ന് മുകളിലാണ് കിടക്കുന്നത്, താഴെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന മാതാവ് 2 വർഷം മുമ്പ് എൻ്റെ വീട്ടിലൊരു ഡോക്ടർ മാധവൻ വന്നപ്പോൾ എനിക്ക് ശക്തിയുള്ള മാതാവാണെന്നും പറഞ്ഞ് ഈ കൃപാസനത്തിലെ മാതാവ് തന്നത്. എനിക്കറിയില്ലായിരുന്നു അത് കൃപാസനത്തിലെ മാതാവാന്ന്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന അതേ മാതാവ് എൻ്റെ കിച്ചൻ്റെ ഡൈനിങ് ടേബിളിൽ നടുക്കുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു ഈ മാതാവ് കൃപാസനത്തിലെ മാതാവാന്ന്. അങ്ങനെ അതൊരു അത്ഭുതം. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവിൻ്റെ കൂടെ മുമ്പിലിരുന്ന ആരാ? അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, എൻ്റെ കൂടെ ആരാവും ഉണ്ടാവുക, എൻ്റെ പുത്രൻ. അങ്ങനെ ഭയങ്കര എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ വന്നു. പിന്നെ ഇത് വന്നത് സ്വപ്നത്തിലൊരു 14-ാം തീയതി കാണിക്കുവാണ്. അതിന് ശേഷമുള്ള എല്ലാ 14-ാം തീയതിയും ഓരോരോ അത്ഭുതങ്ങളായി. ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും, ഉടമ്പടിയിൽ വെക്കാത്ത ഒരു വലിയ അത്ഭുതവും ഈ സെപ്റ്റംബർ 14-ാം തീയതി നടന്നു. ആ സെപ്റ്റംബർ 14-ാം തീയതി പറഞ്ഞ് നടന്നിട്ട് ബാക്കിയുള്ള ഞാൻ ഡോക്ടർക്ക് കൊടുക്കാം സമയ ചുരുക്കം കൊണ്ട്. ഞാൻ സൺഡേ ആയിരുന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോവുമായിരുന്നു. അപ്പം അബുദാബിയിൽ നിങ്ങൾക്കറിയാമല്ലോ വലിയ റോഡുകളായിരിക്കും. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഗിവേക്കടെ പോവുകയാണ്. ഗിവേന്ന് ഇറങ്ങുമ്പോൾ വണ്ടി സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് റോഡിൽ തെറിച്ച് കിടക്കുന്നു. ഞാൻ വേഗം വണ്ടി ഹസാർഡിലിട്ടിട്ട് ഞാൻ ഓടിച്ചെന്നു. അയാൾ കടിയൊക്കെ അറസ്റ്റ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡെഡായിട്ട് കിടക്കുക. ഞാൻ വേഗം അവിടെ മുട്ടുകുത്തി നിന്ന്, എൻ്റെ ഈശോയെ, ടേക്ക് മൈ ലൈഫ്, കൃപാസന മാതാവേ, ടേക്ക് മൈ ലൈഫ്, ഗീവ് ടു ഹിം എന്ന് പറഞ്ഞ് ഞാൻ കാർഡിയാക് മസാജ് കൊടുത്തു. 5 മാസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും അനങ്ങിയില്ല. 6ാമത്തെ ചെയ്യുമ്പോൾ അയാൾ ഒന്ന് തലയനക്കി. എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇടപെട്ട് ജീവൻ കൊടുത്തു എന്ന്. അതൊരു ഭയങ്കര അത്ഭുതമായിപ്പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, എന്നാലും ഹാർട്ട് ബീറ്റ് വന്നില്ല, പക്ഷേ ആളൊന്നും അനങ്ങിയതേ ഉള്ളൂ. പിന്നെ വീണ്ടും കാർഡിയാക് മസാജ് ചെയ്തു. അപ്പോഴേക്കും പോലീസൊക്കെ എത്തി. 10 ബീറ്റ് കൊടുത്തപ്പോഴേക്കും എനിക്ക് കയ്യിൽ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി, കഴുത്തേൽ ഫീൽ ചെയ്യാൻ തുടങ്ങി, പൾസ് ചെയ്ത്. പിന്നെ 10 മിനിറ്റോളം അയാൾ അൺകോൺഷ്യസ് ആയിരുന്നു. പിന്നെ പോലീസ് വന്ന് എല്ലാവരും വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്കറിയാമല്ലോ വണ്ടി ആർക്ക് തട്ടിയതോ എന്ത് തട്ടിയല്ലോ, പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ
നമ്മൾ അതിനോട് അസോസിയേറ്റ് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് അവരെന്നോട് വന്നപ്പോൾ ചോദിച്ചു, ഈ ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൊടുത്തു. 10 മിനിറ്റ് എടുത്തു, അയാൾ കോൺഷ്യസായി. അയാൾ അത് കഴിഞ്ഞ് ആംബുലൻസ് എല്ലാം വന്നപ്പോൾ എണീറ്റിരുന്നിട്ട് അയാൾ ചോദിക്കുകയാണ് എനിക്ക് എന്താ പറ്റിയെന്ന്. അയാൾക്ക് അറിയത്തില്ല എന്താ പറ്റിയെന്ന്. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം. എല്ലാ 14-ാം തീയതി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയാൽ എല്ലാ 14-ാം തീയതി ഓരോ അത്ഭുതമുണ്ട്. ഇന്ന് ഏറ്റവും ലാസ്റ്റ് നടന്നത് ഈ 14-ാം തീയതി. ഒത്തിരി പറയാനുണ്ട്, മാതാവ് വന്നതും എല്ലാം. പിന്നെ ഞാൻ ഇവിടുന്ന് ജനുവരിയിൽ പോയതിന് ശേഷം ഞാൻ പൊതുവേ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ശേഷം ഒരൊറ്റ ഡ്രസ്സും, കാരണം ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്, അതൊന്നും മേടിക്കത്തില്ല. ഒരു മേക്കപ്പ് സാധനങ്ങൾ മേടിക്കുക. ആ പൈസയെല്ലാം പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം എന്നും പണ്ട് മുതലേ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളാണ്, വെള്ളിയാഴ്ച. കാരണം ഞാൻ 3 വയസ്സ് മുതൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും ഞാൻ മുട്ട നിന്നേ കൊന്ത ചെല്ലത്തുള്ളൂ. അത് വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരിതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം സാക്രിഫൈസ് എടുക്കുക. അതായത് 3 ദിവസം ഞങ്ങൾ രാവിലെ വർക്ക് ചെയ്യാൻ പോയാൽ രാത്രി 11-11:30 വീട്ടിലെത്തുമ്പോൾ. ഉച്ചയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉറങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷം വന്നാണേലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് കിടക്കാറുള്ളത്. അപ്പം ഇത്രയും കാലമായിട്ട് എല്ലാ 3 ദിവസം ആഴ്ചയിൽ ഫാസ്റ്റിംഗ് എടുക്കും. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ആ പൈസ മുഴുവൻ മാറ്റിവെച്ചു. പിന്നെ ഓരോ മാസവും 1000 ദിർഹം എന്ന് വെച്ചാൽ എത്രയാണോ അത്ര 1000 ദിർഹം മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ കൊടുക്കും. എൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ട് ആര് ചോദിച്ചു വന്നാലും സഹായം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആരും ചോദിക്കാതെ അങ്ങോട്ട് പോയി ഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ക്ലിനിക്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പൈസയില്ലെന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് ചെയ്യും. പിന്നെ രോഗികൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കും. പിന്നെ ആർക്കൊക്കെ പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ രാവിലെ എണീറ്റ് മാസിന് കൊണ്ടുപോകും. പിന്നെ വലിയൊരു അത്ഭുതം, ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മളോട് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആൽക്കഹോൾ അത് ഞാൻ പിന്നെ ചെയ്യത്തില്ലാത്ത ആളാണ്, അത് ആവശ്യമില്ല. രണ്ടാമത്തെ പേപ്പർ. അപ്പോൾ പേപ്പർ ഞാൻ വിചാരിച്ചു എനിക്കിനി കൊടുക്കാൻ പറ്റത്തില്ല, ഞാനിനി എന്നാ വരുന്നതെന്ന്. അപ്പം ഞാനത് ടിക്ക് ചെയ്തില്ല. കിട്ടിയ 4 കെട്ട് പേപ്പറുമായിട്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് കുറച്ച് എൻ്റെ ക്ലിനിക്കിൽ സ്റ്റാഫിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാനവിടെ വെച്ചു. ഇനി ഇത് ആർക്ക് കൊടുക്കണം, പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കാം എന്ന് വിചാരിച്ച് വെച്ചിരുന്നപ്പോൾ ഒരു സിസ്റ്റർ വന്നു. ഞാൻ കുറേ ദിവസമായി ഡോക്ടറെ, എൻ്റെ കൊച്ചിന് തീരെ സുഖമില്ല, ഭയങ്കര പനി, ഇങ്ങനെ ഇതാണ്, കുറയുന്നില്ല, ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഒന്ന് കാണാം. അപ്പം ഞാൻ വേഗം കൃപാസനത്തിൽ കൊണ്ടുവന്ന പേപ്പർ എൻ്റെ ടേബിളിൽ തന്നെയുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തു പറഞ്ഞു, ഇത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ പറയുന്നു പറഞ്ഞു. മരുന്നും കൊടുത്തു കേട്ടോ, മരുന്ന് കൊടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, മരുന്ന് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, 2 ആഴ്ചയായിട്ട് എൻ്റെ കൊച്ചിന് പനിയായിരുന്നു, എൻ്റെ കൊച്ചിനിപ്പോൾ ഒരു പനിയുമില്ല എന്ന്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ആ പേപ്പർ ഞാൻ 15 ദിവസം കൊണ്ട് ഞാനീ കൊണ്ടുപോയ 4 കെട്ട് പേപ്പറും തീർന്നു. ഒരു 10-40 കൺട്രീസിലുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ പേഷ്യൻസായിട്ട്. ആഫ്രിക്കൻസ്, എത്യോപ്യൻസ്, മെക്സിക്കൻസ്, അർജൻറ്റീൻസ്, അങ്ങനെ എല്ലാം കൊടുക്കുമ്പോൾ ചിലരൊക്കെ ഞാനിങ്ങനെ പറയും, പേപ്പർ കളയാനാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്, ഇത് വിശുദ്ധ സ്ഥലത്തുനിന്ന് അച്ഛൻ വെഞ്ചരിച്ച പേപ്പറാണ്, പ്രാർത്ഥിച്ചു കൊണ്ടുപോവുക. എല്ലാവരും അധിക പേരും കരഞ്ഞാണ് വാങ്ങിക്കുന്നത്, മമ്മ മേരി എന്നും പറഞ്ഞ്. അതുപോലെ തന്നെ എനിക്ക് 15 ദിവസം കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റാവുന്ന എൻ്റെ പേപ്പർ മുഴുവൻ തീർന്നു. അപ്പം അമ്മ മാതാവ് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ വെറുതെ ടിക്കിടാതെ പോയതാണ്. അതിനുശേഷം ഞാൻ ആരെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് വരെ ഞാൻ പോരുമ്പോൾ വരെ ഈ ബാഗിൽ ലാസ്റ്റ് പേപ്പറുണ്ട്, അത് ഞാൻ വരുന്ന വഴിക്ക് എയർപോർട്ടിലാണെങ്കിലും കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അങ്ങനെ ഇന്ന് വരെ പേപ്പർ എന്നും ഇവിടുന്ന് ആരെങ്കിലുമായിട്ട് എനിക്ക് കൊണ്ടു തരുമായിരുന്നു. വലിയൊരു നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മാതാവിന് മനസ്സിലായി. അപ്പോൾ അത് ചെയ്താൽ ഞാനിങ്ങനെ ഉഴപ്പി നടക്കാൻ പാടില്ല എന്ന് മാതാവും തീരുമാനിച്ചു. പിന്നെ ഞങ്ങളുടെ എനിക്ക് കിട്ടുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് മാതാവ് കൂടെ നടക്കുന്നു, കൂടെ ഉണ്ട്, എന്തിനാണേലും കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇതാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൽ വരുവാനും ഒരു സാക്ഷിയാകുവാനും ജോസഫ് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എന്നെ അനുഗ്രഹിച്ചു വിട്ടു. അതെല്ലാം ഒരു രീതിയിൽ സഫലീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു കാര്യം
ഞാനത് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മ മാതാവിനോടും ഈ സ്ഥാപനത്തോടും ചെയ്യുന്ന ഒരു വലിയ കുറ്റമായി എനിക്ക് തോന്നുന്നു. ഡോക്ടർ വൈഫ് പറഞ്ഞത് മാതിരി 12-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, 11-ാം തീയതി ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ടാറ്റ മോട്ടോഴ്സിൻ്റെ കോഴിക്കോട് വയനാട് ഡീലർഷിപ്പ് 16 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. 327 ജോലിക്കാരുണ്ട്. ഒരു മാസം 150 തൊട്ട് 200 കോടി രൂപയുടെ ടേൺ ഓവറുള്ളൊരു സ്ഥാപനമാണ്. 16 വർഷമായിട്ട് ബിസിനസ് നടത്തുന്നു. അപ്പോൾ അന്ന് തുടക്കത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ വേറൊരു കോമ്പറ്റീറ്റർ വന്നു. അപ്പം ബിസിനസ്സിൽ നഷ്ടം വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ മാസവും നഷ്ടം കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ഞാൻ ഭാര്യയോടൊന്നും പറയാറില്ല. അതുകൂടാതെ എനിക്ക് അബുദാബിയിലും 10-60 സ്റ്റാഫുണ്ട്, 2 മെഡിക്കൽ സെൻ്ററുണ്ട്, 2 ഫാർമസി ഉണ്ട്. അവിടുത്തെ ഫണ്ടിങ്ങോട്ടൊന്നും ഡൈവേർട്ട് ചെയ്ത് നഷ്ടം നികത്താൻ പറ്റാത്തൊരവസ്ഥയിലുള്ള രീതിയിലായി. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേസി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ കൃപാസനത്തിലെ അമ്മയോട് ഒരു 36 കോടി രൂപയുടെ ഒരു ബാധ്യത നമ്മൾക്കിപ്പോൾ നിലവിലുണ്ട്. ഈ സ്ഥാപനം ഇപ്പോൾ അടച്ചു പൂട്ടിയാൽ, അതുകൊണ്ട് നമുക്ക് അടച്ചുപൂട്ടിയാൽ ഒരു 327 കുടുംബങ്ങളും ഈ 16 വർഷമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നതാണ്. അവരും ബുദ്ധിമുട്ടിലാവും, അവർക്കെല്ലാവർക്കും ജോലി കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കടബാധ്യത കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് നീ പ്രത്യേകം ഒരു നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിയോഗം വെച്ചു. ജനുവരി 17-ന് ഞാൻ ടാറ്റയോട് പറഞ്ഞപ്പോൾ അവിടെ പുതിയൊരു ഡീലർഷിപ്പ് കൂടെ കൊടുത്തു, ഗോകുലം മോട്ടോഴ്സ് എന്ന് പറഞ്ഞ്. അവരോട് വന്നു കഴിയുമ്പോൾ ബിസിനസ് വീണ്ടും നഷ്ടത്തിലാവും. അപ്പം ഞാൻ ടാറ്റയോട് പറഞ്ഞു എനിക്കിനി ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. 3 ഡീലേഴ്സിന് ഉള്ള മാർക്കറ്റില്ലാത്തത് കൊണ്ട് ഞാനിപ്പം തന്നെ 30-35 ലക്ഷം രൂപ ഒരു മാസം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒഴിവാകുവാണ്. അപ്പം 17-ാം തീയതി ജനുവരി വിളിച്ചിട്ട്, അപ്പം എനിക്ക് ഒരുപാട് വയനാടും കോഴിക്കോടും എല്ലാം കൂടെ 6 ഷോറൂമും 8 ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പം ടാറ്റയുടെ ഓഫീഷ്യൽസ് എന്നെ വിളിച്ചു, ഡോക്ടർക്ക്, കാരണം എനിക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് എൻ്റേത്. അത് രത്തൻ ടാറ്റ വന്ന് തന്നെ ഇനാഗുറേറ്റ് ചെയ്തൊരു ഷോറൂമാണ് 2009. അപ്പം അത്രയും വലിയൊരു സ്ട്രക്ചർ 150 കോടി രൂപയോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം. അപ്പം അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഗോകുലമായിട്ടൊരു നെഗോസിയേഷൻ നടത്ത്, ഞങ്ങൾ ട്രാൻസ്ഫർ ആർക്കും ചെയ്ത് കൊടുക്കാറില്ല. ഡോക്ടർ ഞങ്ങളോട് ഇത്രയും കാലം സഹകരിച്ചതിൻ്റെ പേരിൽ അറിയാം ഡോക്ടർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറുടെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. അവരിനി അടുത്ത തലമുറ ഇങ്ങോട്ട് വരില്ല. ഒരാൾ അമേരിക്ക സെറ്റിൽഡാണ്, ഒരാൾ ജർമ്മനി സെറ്റിൽഡാണ്. ഇപ്പം ഡോക്ടർക്കും പ്രായമായി വരുമ്പം ഡോക്ടറുടെ കാര്യം ചെയ്യും, ഞാൻ ഗൂഗിളുമായിട്ട് സംസാരിക്കാം, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരി, ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതി ഇവിടെ ഞാനും വൈഫോട് വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എൻ്റെ കടബാധ്യതയെല്ലാം 36 കോടി രൂപയുടെ കടബാധ്യത പത്രം ബാങ്കിൽ നിന്ന് ജോസഫച്ചനെ കാണിച്ചു. ജോസഫച്ചൻ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും, ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് തലവെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ പറഞ്ഞു വിട്ടു. പിന്നെ അതിനുശേഷം ഏപ്രിൽ 4-ാം തീയതി ഞങ്ങളെ ഒരു മീറ്റിങ്ങിന് തീരുമാനിച്ചു. 14-ാം തീയതി മീറ്റിംഗ് ഏപ്രിലിൽ ഞങ്ങൾ ഗോകുലവും ടാറ്റയും ഞങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ചു. ഏകദേശമൊക്കെ ഒരു ധാരണയിലെത്തി. പിന്നെ ജൂലൈ 16-ന് ഫൈനൽ തീരുമാനത്തിലെത്തി. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എല്ലാ സ്റ്റാഫിനെയും റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ഞാൻ വാടകയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാം, സ്റ്റാഫിൻ്റെ ജോലി പോകുന്ന എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരത് സമ്മതിച്ചു. അങ്ങനെ ജൂലൈ 14-ാം തീയതി തീരുമാനമെടുത്തു. ജൂലൈ 16-ാം തീയതി എഗ്രിമെൻ്റ് എഴുതി. ഓഗസ്റ്റ് 1 തൊട്ട് അവർ ഓപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ 36 കോടി രൂപ എനിക്ക് കടബാധ്യതയാകും ബാങ്കിൽ. ഇപ്പോൾ അത് കൊടുത്തത് കാരണം അതൊരു 21.5 കോടി രൂപയായിട്ട് കുറഞ്ഞൊരു 14.5 കോടി രൂപയുടെ ലാഭം ഉണ്ടായി. ഇനി 21.5 കോടി രൂപയും കൂടെ എനിക്കിനി ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കുറച്ചൊരു വെറ്റ് ലാൻഡ് ഡ്രൈ ലാൻഡ് ആക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ഇതിൻ്റെ കടം വീട്ടാൻ വേണ്ടി വിൽക്കാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെ 3 വർഷമായിട്ട് ഒന്നും ആയിരുന്നില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതും വെറ്റ് ലാൻഡ് ഡ്രൈ ലാൻഡാക്കി എൻ്റെ ഫൈനൽ പേപ്പറും വന്നു. അതൊരു 14-ാം തീയതി ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിലെ ഞാനൊരു മരിയൻ ഭക്തനാണ് ചെറുപ്പം മുതൽ. അപ്പോൾ മാതാവ് ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് വരാൻ പോകുന്നൊരു വലിയ ദുരന്തത്തിൽ നിന്ന്
രക്ഷപ്പെടാൻ വേണ്ടി മാതാവ് ഈ വണ്ടിയിൽ പ്രത്യക്ഷപ്പെട്ടതും ഈ കൃപാസനത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ ഒരു സാക്ഷ്യത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് മാതാവ് തീരുമാനിച്ചതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മളെ നവീകരിക്കാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നഷ്ടങ്ങൾ നമുക്ക് വീണ്ടും നികത്താം, അപ്പം ആത്മീയമായി കുറച്ചുകൂടെ നവീകരിക്കണം എന്നുള്ളതാണ് മാതാവും ഈ ജീസസും തീരുമാനിച്ചതെന്നാണ് ഞാനിതിൽ നിന്ന് എനിക്കൊരു പാഠം ഉൾക്കൊള്ളാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ വല്ലപ്പോഴും സോഷ്യൽ ഡ്രിങ്കായിട്ട് വല്ലപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, വല്ലപ്പോഴും ഈ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഈ വൈഫ് പോകുന്നതിന് ശേഷം ഞാനത് തനിയെ ഓട്ടോമാറ്റിക്കലി ഞാനതങ്ങ് നിർത്തി. ഞാനിങ്ങനെ ഒരു കാര്യങ്ങളും ഇടപെടുന്നുമില്ല. അത് പാർട്ടികളുമെല്ലാം ഒഴിവാക്കി. അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും, സിസ്റ്റേഴ്സിന് എന്തെങ്കിലും ഓർഫനേജ് പണിയാനുള്ള പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ആവശ്യമുള്ളവരെ അങ്ങോട്ട് തേടി ചെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രോഗികൾ, ഓർഫനേജിലുള്ളവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫുഡ്, അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ജോലിക്കാരുണ്ട്. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് ജോലി ചെയ്യുന്നവർ. അവർക്ക് ഭക്ഷണം ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം. ഇത് നമ്മൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇനി ബാക്കി ഞങ്ങൾക്കുള്ള ഈ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഞാനിവിടെ ഒരു സാക്ഷ്യം തീർച്ചയായിട്ടും പറയാൻ വരും. അതുപോലെ തന്നെ എനിക്കിനി മരിയൻ കൃപാസന കേന്ദ്രത്തിൽ ഇവിടെ വരുന്ന അനേകായിരം രോഗികളും കടബാധ്യതക്കാരും മക്കളെ ഓർത്ത് വേദനിക്കുന്നവരും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഞാനിതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയ്ക്ക് കണ്ടതുപോലെ എനിക്കും എൻ്റെ വീട്ടിൽ ഒരു ജാസ്മിൻ്റെ സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. എത്ര കടമുണ്ടെങ്കിലും ഞാൻ പോകുന്നിടത്ത് എന്ത് ഡിസ്കഷന് പോകുമ്പോഴും ഈ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒരു പരിധി എല്ലാം അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഈവൻ ബാങ്കുകാരുടെ വരെ ഞാൻ ഇന്നലെ സംസാരിച്ചു. എനിക്ക് കുറച്ച് സാവകാശം വേണം, അല്ലെങ്കിൽ ഞാൻ ഈ പ്രോപ്പർട്ടി 150 കോടിയുടെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ഈ ലോണൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് 21.5 കോടി രൂപയോളം കൊടുക്കാനുമുണ്ട്. അപ്പോൾ അത് ചെയ്ത് തരാം, കുറേശ്ശെ അടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിന്, ഈ കൃപാസനത്തിലെ ജോസഫ് അച്ഛനും, ഇവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് മറ്റു വൈദികർക്കും സന്യസ്തർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കഷ്ടതപ്പെടുന്നവരുടെ കഷ്ടതകൾ പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ കൃപയാൽ അങ്ങ് സാധിച്ചു കൊടുക്കുവാൻ, കൃപയുണ്ടാകുവാൻ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇപ്പം ഈ ഉടമ്പഴ എടുത്തതിന് ശേഷമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് കരസ്മാറ്റിക് പ്രെയർ എല്ലാം തുടങ്ങി. അന്ന് മുതൽ നമ്മൾ ബൈബിൾ വായിക്കുകയും കരസ്മാറ്റിക് എല്ലാ കാര്യങ്ങളിലും ഇടും. അപ്പോൾ കരസ്മാറ്റിക് ആകുമ്പോൾ ഞാൻ എല്ലാ വർഷവും ഞാൻ അധികം ഇംഗ്ലീഷ് ധ്യാനത്തിനാണ് പോകുന്നത്. പോയി വന്ന് പിന്നെ കുറേ കാലത്തിന് ഭയങ്കര സ്പിരിച്വലായിരിക്കും. പിന്നെ അങ്ങ് പതുക്കെ പോകും. പക്ഷേ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടാകും. പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും ജീവിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ മുതൽ പ്രെയർ, വൈകുന്നേരം വരെ എപ്പോൾ സമയം കിട്ടിയാലും നമുക്ക് വേറൊന്നിനും സമയം കിട്ടുന്നില്ല. അച്ഛൻ്റെ എല്ലാ ടോക്കുകളും അല്ലെങ്കിൽ സാക്ഷികളും കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമാണ്. അടുത്ത ദിവസം നമ്മുടെ മനസ്സിൻ്റെ ആ സ്പിരിച്വാലിറ്റി കുറയുമല്ല, ഓരോ ദിവസവും കൂടുവാണ്. അതാണ് ഞാൻ രണ്ടിലും കാര്യമായി പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായെന്ന നിലയിൽ എനിക്കുള്ള ഈ വ്യത്യാസം കാണുന്നത്. കരസ്മാറ്റിക് ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരാഴ്ച ധ്യാനം കൂടി വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി പതുക്കെ കുറയും. പിന്നെ അടുത്ത ധ്യാനത്തിന് പോകണം. ഇത് എല്ലാ ദിവസവും ഓരോ ദിവസവും കൂടി വരുന്നു. അത് എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മ മാതാവിനും ദൈവകുമാരനും